ആദരണീയനായ വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ്ജി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ശ്യാംജി, ശരസ്ജി, അധ്യക്ഷ പ്രിയപ്പെട്ട സോമേട്ടൻ, സ്വാമിജി, ശ്രീ പപ്പേട്ടൻ, അതുപോലെ വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ നല്ലവരായ ഈ ആശ്രമത്തിൻ്റെ സന്തതികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പല സമയങ്ങളിൽ ഒരു പക്ഷെ കേട്ട് കാണും, ഒരു മനുഷ്യൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല. ബ്രഹ്മത്തെ എപ്പോഴാണോ അറിയുന്നത്, ഈശ്വരനെ അറിയുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഒരാളും ജനിച്ചു വരുമ്പോൾ തന്ത്രിയാണെങ്കിൽ കൂടി ബ്രാഹ്മണനായിട്ടല്ല വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം. കാരണം അവരുടെ പ്രവൃത്തികൾ, അവരുടെ നന്മകൾ, അതുപോലെ വേദങ്ങൾ, പുരാണങ്ങൾ, അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ, ദൈവികമായിട്ടുള്ള അടുപ്പങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയിൽ ഏറ്റവും കരുണയും വാത്സല്യവും ഒക്കെ എവിടെയാണോ നിറഞ്ഞു നിൽക്കുന്നത്, അവിടെയാണ് ഈശ്വര സാന്നിധ്യമുള്ളത്. ആ ഈശ്വരനെ ആരാണോ അറിയുന്നത്, അത് ബ്രാഹ്മണൻ എന്നുകൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ഒരു കർമ്മത്തിലൂടെ, തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ ശരിയായ രീതിയിൽ, ശരിയായ രൂപത്തിൽ, ഭാവത്തിൽ, പ്രസംഗത്തിനേക്കാൾ ഉപരി കർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ദൃക്സാക്ഷിയായിട്ടുള്ള ജീവിച്ചിരിക്കുന്നൊരു ഉദാഹരണമാണ് ശ്രീ ശ്യാംജി എന്ന് പറയുന്നതിൽ അതിശയോക്തികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെയധികം ജ്ഞാനത്തോടുകൂടി മറ്റുള്ളവരെ കരുണാർദ്രമായി നോക്കിക്കൊണ്ട്, വിഷമിക്കുന്നവൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട്, നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനത്തിലൂടെ 5 മൂർത്തികളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഗംഗയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരാൾക്ക് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ സേവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഈശ്വര സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ഈ 5 മൂർത്തി ക്ഷേത്രവും ഈ ഇന്ന് നടത്തിയിട്ടുള്ള ശിവദം മുത്തശ്ശൻ വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മവും. അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 60കളിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാലത്തിൻ്റെ കുതിച്ച് ചാട്ടത്തിനനുസരിച്ചിട്ട്, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച സ്വാമിജിയും അതുപോലെ ആനന്ദബോസ്ജിയും ഒക്കെ പറഞ്ഞ പോലെ തന്നെ, സർജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ, വയോധിക വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമൊന്നുമില്ല. അത് സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ആരുടെയും കുറ്റം കൊണ്ടും അല്ലാതെ. പക്ഷേ ഒരുപാട് കൂനുപോലെ മുളച്ചു വരുന്ന വൃദ്ധസദനങ്ങളെ ഒരു ബിസിനസ്സായി കൊണ്ടുപോകുന്ന വൃദ്ധസദനങ്ങളും ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിലുണ്ടാകുമ്പോൾ തന്നെ പൈസ ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന മക്കളുമുണ്ട്. പക്ഷെ ഇവിടെ മക്കൾക്ക് തിരിച്ചറിവുണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വൃദ്ധസദനമല്ല, ഒരു കുടുംബമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്രാർത്ഥനയും ഭക്തിയും അതുപോലെ പൗരാണികമായ ചർച്ചകളും വേദങ്ങളെക്കുറിച്ചുള്ള അർത്ഥവത്തായ ചിന്തകളും അതുപോലെ ഉല്ലാസയാത്രകൾ എന്നിവരെക്കാൾ തീർത്ഥയാത്രകളും ദൈവത്തിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആ സമയത്തിലേക്കുള്ള നമ്മുടെ ഓരോ ദിവസവും നാമജപം കൊണ്ട് നമ്മൾ പൂർണ്ണമാക്കിക്കൊണ്ട് ആ ദൈവിക സന്നിധിയിലെത്താൻ ഇവിടെ എത്തിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗീയമായ ആ അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് വേണം പറയാൻ. ഒരു പക്ഷേ ഇവിടെ ആക്കിപ്പോകുന്ന ചിലപ്പോൾ ഞാനാവട്ടെ, ഞാൻ എൻ്റെ മരണത്തിന് ശേഷവും ഇവിടെ കൃത്യമായി ക്രിയാദികൾ നടക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു വസ്ത്രമാണ് നമ്മുടെ ശരീരമെങ്കിലും ആത്മാവ് നശിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പരമാത്മാവിൽ ലയിക്കുന്നവരെ, മോക്ഷപ്രാപ്തി കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ശിവദം വീടാണ് ഇവിടെ സങ്കല്പത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഏറ്റവും നല്ല കൈകളാൽ തന്നെ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ 5 മൂർത്തികളുടെ സാന്നിധ്യമാണുള്ളത്. ആ 5 മൂർത്തികളെ ഒന്നിച്ച് ആവാഹിച്ചു മനസ്സിൽ ആവാഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ശ്യാംജി എന്ന് പറയുന്നതിൽ അതിലും അതിശയോക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ
ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ സന്തതികളായിട്ട് മാത്രം ഞാൻ കണ്ടുകൊണ്ട് ഇതൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്, ഇവിടെ വരാൻ കഴിഞ്ഞത്, ഞാനും ഇതിലൊരു ദാസനായി ചേരാൻ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഈ 5 മൂർത്തിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും ഏറ്റവും നല്ലൊരു വേദിയായിട്ടും ഏറ്റവും കേരളത്തിലുള്ള ഇന്ത്യയിലെ ലോക ചരിത്രത്തിലെ തങ്കലിപികളാൽ കുറിക്കുന്ന ഒരു ക്ഷേത്രവും അതുപോലെ മുത്തശ്ശൻ വീടും എങ്ങനെയാണ് നാളത്തെ തലമുറ നോക്കിക്കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ഈ കർമ്മ പദ്ധതികൾ എന്നും നാൾക്ക് നാൾ അഭിവൃദ്ധിയാവട്ടെ. അതിന് ഈ 5 മൂർത്തികളോടും സാഷ്ടാംഗം പ്രവണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ ദണ്ഡപാണി സർ.